കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 നവംബർ മാസം 5-ാം തീയതി. അന്ന് നമ്മൾ ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേഷ്ഠമായ ഒരു ദിവസമാണ്. അന്നാണ് കാർത്തിക പൂർണിമ, അതായത് കാർത്തിക മാസത്തിലെ പൗർണമി ദിവസം. ഒരുപാട് പ്രത്യേകതയുള്ള ദിവസമാണ് കാർത്തിക പൂർണിമ. പൗർണമി തിഥി ആരംഭിക്കുന്നത് 2025 നവംബർ മാസം 4-ാം തീയതി രാത്രി 10:36 മുതൽ 2025 നവംബർ മാസം 5-ാം തീയതി 6:48 വൈകുന്നേരം സന്ധ്യയ്ക്ക് 6:48 വരെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പൗർണമിയായി ആചരിക്കുന്നത് നവംബർ മാസം 5-ാം തീയതിയാണ്. അതിന് കാരണം അന്നത്തെ ദിവസം ചന്ദ്രൻ ഉദിക്കുന്നത്, ഭാരതത്തിൽ ചന്ദ്രൻ ഉദിക്കുന്നത് വൈകുന്നേരം നവംബർ മാസം 5-ാം തീയതി വൈകുന്നേരം 5:46 ഉള്ളപ്പോഴാണ്. വിഷ്ണു ഭക്തർക്കും ശിവഭക്തർക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് കാർത്തിക പൂർണിമ. അതിന് കാരണം ഭഗവാൻ മഹാവിഷ്ണു മത്സ്യാവതാരം ചെയ്തത് ഈ ദിവസമാണ് എന്നാണ് വൈഷ്ണവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യാവതാര കഥ കേട്ട് അന്നേ ദിവസം എല്ലാവരും, കഥ പറഞ്ഞ് എല്ലാവരും ഭഗവാനെ മത്സ്യരൂപത്തിൽ പ്രാർത്ഥിക്കും. ക്ഷേത്രത്തിൽ ദർശനം നടത്തി മത്സ്യങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ നടത്തുന്ന പതിവുമുണ്ട്. ഇനി ശിവഭക്തരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ മഹാദേവൻ അന്ന് ത്രിപുരാസുരൻ എന്ന ഒരു അസുരനെ വധിച്ച ദിവസമാണ്. ത്രിപുരാസുര വധം ഭഗവാൻ നടത്തിയത് കൊണ്ടാണ് ഭഗവാനെ ത്രിപുരാരി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൗർണമിക്ക് ത്രിപുരാരി പൂർണിമ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പേരും കൂടി ഈ പൂർണിമയ്ക്ക് ഉണ്ട്. അങ്ങനെ മഹേശ്വരൻ ത്രിപുരാസുരനെ വധിച്ചപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കുന്നതിനായിട്ട് ദേവന്മാർ സ്വർഗത്തിൽ ധാരാളം വിളക്കുകൾ തെളിയിച്ച് ആഘോഷിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ദേവന്മാരുടെ ദീപാവലിയാണ് കാർത്തിക മാസത്തിലെ പൗർണമി ദിവസം. അതുകൊണ്ട് ദേവ് ദീപാവലി എന്നൊരു പേരും കൂടി ഈ പൗർണമിക്ക് ഉണ്ട്. അപ്പോൾ എത്ര വിശേഷപ്പെട്ട ദിവസമാണ് ഈ ദിവസമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വാരണാസിയിലെ ശിവക്ഷേത്രത്തിൽ വാരണാസി മഹാദേവനൊക്കെ വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ഈ ദേവ് ദീപാവലി ദിവസം. അന്നാണ് ഭഗവാൻ ത്രിപുരാസുരനെ വധിച്ചത്. പൗർണമി വ്രതം അന്നേ ദിവസം എല്ലാവരും എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് ഏതു ദേവതയെ അന്നേ ദിവസം പ്രാർത്ഥിക്കണമെന്നുള്ളത്. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാം, അതല്ല ശിവനെ പ്രാർത്ഥിക്കാം. ഇനി മുരുകദേവനെ പ്രാർത്ഥിക്കണമെങ്കിൽ അങ്ങനെയാകാം, അതല്ല ഭഗവതിയെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അങ്ങനെയാകാം. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കണമെങ്കിലും ഈ ദിവസം വളരെ വിശേഷപ്പെട്ടതാണ്. പൗർണമി ദിവസം ഭക്തര് അതിരാവിലെ എഴുന്നേറ്റ് പുണ്യനദികളിൽ സ്നാനം ചെയ്യും. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ പുണ്യനദികളിലൊന്നും പോയി സ്നാനം ചെയ്യാനായി സാധിക്കത്തില്ല. അതുകൊണ്ട് വീട്ടിൽ കുളിക്കുക. അതിൽ തന്നെ നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുത്തതിന് ശേഷം നമുക്കറിയാം ഇല്ലേ, ഇരു കൈകൾ കൊണ്ടും ഒരു കൈക്കുമ്പിൾ ജലം നമ്മൾ എടുത്തതിന് ശേഷം
ആ ജലത്തെ തീർത്ഥമാക്കണം. എങ്ങനെയാണ് തീർത്ഥമാക്കുന്നത്? കൈക്കുമ്പിളിൽ 2 കൈകളിലായി ഒരു കൈക്കുമ്പിൾ ജലം എടുത്തതിനു ശേഷം ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരീം ജലേസ്മിൻ സന്നിധം കുരു എന്ന ആ നാമം ജപിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ആ ജലം വീണ്ടും തിരിച്ച് ബക്കറ്റിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ആ ജലം ഉപയോഗിച്ചിട്ട് കുളിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പുണ്യനദികളായ ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി എന്നിവയുടെ സാന്നിധ്യം ഈ ജലത്തിലേക്ക് പകരട്ടെ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. അതോടുകൂടി ആ ജലം പുണ്യതീർത്ഥമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആ ജലത്തിൽ നമുക്ക് കുളിക്കാം. അതോടുകൂടി പുണ്യനദികളിൽ സ്നാനം ചെയ്ത ഫലം ലഭിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അതിനുശേഷം നമ്മൾ വിളക്ക് തെളിയിച്ച് പൂജകളൊക്കെ ചെയ്യണം, നാമങ്ങൾ ജപിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. കാരണം കലിയുഗമാണ്, നാമജപത്തിനാണ് ഏറ്റവും പ്രാധാന്യം. ഏതു ദേവതയാണോ നമ്മൾ അന്നേ ദിവസം പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്, ആ ദേവതകളുടെ പ്രാർത്ഥനകൾ നന്നായി ജപിക്കുക. ഏതു പ്രാർത്ഥന ചൊല്ലുന്നതിനു മുമ്പും വിഘ്നേശ്വരനെയും നമ്മുടെ കുലദേവതയെയും കുടുംബദേവതയെയും പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മുടെ നാമങ്ങളൊക്കെ ജപിക്കുക. അതിനുശേഷം സാധാരണയായിട്ട് പൗർണമി വ്രതം എടുക്കുന്നത് ചന്ദ്രോദയ സമയം വരെ ഉപവാസമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നുകിൽ ഉപവസിക്കാം, അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ഏകാദശിക്കൊക്കെ ചെയ്യുന്നത് പോലെ ജലം മാത്രം കുടിച്ചിരിക്കാം, പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചിരിക്കാം, പാലും പഴങ്ങളും കഴിച്ചിരിക്കാം, അരിഭക്ഷണം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് മറ്റ് പദാർത്ഥങ്ങളൊക്കെ കഴിച്ചിരിക്കാം. നമ്മുടെ സാഹചര്യം, നമ്മുടെ ഇഷ്ടം അതനുസരിച്ചിട്ട് നമ്മുടെ വ്രതത്തെ നമ്മൾ ക്രമപ്പെടുത്തണം. പഴയ കാലമല്ല, ഒരുപാട് അസുഖങ്ങളുള്ള മനുഷ്യരാണ്, ജോലിക്ക് പോകുന്ന മനുഷ്യരാണ്. അപ്പം തന്നെ പഴയ കാലത്തെ പോലെ നമുക്ക് പൂർണ്ണമായ ഉപവാസം എടുത്ത് ഇരിക്കാൻ സാധിക്കില്ല. അങ്ങനെ സാധിക്കുന്നെങ്കിൽ നല്ലത് ചെയ്യാം. പക്ഷേ അതിന് സാധിക്കാത്തവർ, മരുന്ന് കഴിക്കുന്നവർ കാണും, ജോലിക്ക് പോകുന്നവർ കാണും, ആഹാരം കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാകുന്ന ആളുകൾ കാണും. അതുകൊണ്ട് ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ചിട്ട് വ്രതത്തെ ക്രമപ്പെടുത്തുക. ഭക്ഷണമല്ല പ്രധാനമായിട്ടുള്ളത്, പ്രാർത്ഥനയാണ്. മനസ്സിനും ശരീരത്തിനും ശുദ്ധി ഉണ്ടാവുക, അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഈ ചന്ദ്രോദയ സമയം വരെ നമ്മൾ ആ വ്രതത്തിൽ ഇരിക്കണം. ചന്ദ്രൻ ഉദിക്കുന്നത് എപ്പോഴാണ് ഭാരതത്തിൽ? അന്നേ ദിവസം, അതായത് നവംബർ മാസം 5-ാം തീയതി വൈകിട്ട് 5:46 ആകുമ്പോഴാണ്. നിങ്ങൾക്ക് വിളക്ക് തെളിയിച്ച് നാമം ജപിച്ച് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രഭഗവാനെ കാണണം. ചന്ദ്രഭഗവാനെ കണ്ടതിനു ശേഷമേ വ്രതം അവസാനിപ്പിക്കാവൂ. സാധാരണ നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കി നമ്മുടെ കയ്യിൽ കുറച്ച് പൂക്കളും, ഒരു തട്ടത്തിൽ പൂക്കൾ കാണും, ദീപം കാണും, ജലം കാണും, അങ്ങനെ നമ്മുടെ പൂജാ സാമഗ്രികളൊക്കെ കാണും, അതിനകത്തൊരു സ്വീറ്റ് കാണും. അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ചന്ദ്രഭഗവാനെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലുള്ള ആ കിണ്ടിയും വെള്ളവും നമ്മളിങ്ങനെ ചന്ദ്രഭഗവാനെ അഭിഷേകം ചെയ്യുന്നു എന്ന് സങ്കല്പിച്ചിട്ട് നമ്മൾ അന്തരീക്ഷത്തിലൂടെ നമ്മളിങ്ങനെ താഴേക്ക് ഒഴിക്കും. അതിനുശേഷം ഭഗവാനെ നോക്കിക്കൊണ്ട് പൂക്കൾ നമ്മൾ ഭഗവാന് അർപ്പിക്കും. അതിനുശേഷം ഭഗവാൻ എന്ത് ചെയ്യും? ആരതി ചെയ്യും, എന്നിട്ട് പ്രാർത്ഥിക്കും. അതോടുകൂടിയാണ് വ്രതം അവസാനിക്കുന്നത്. അതിനുശേഷം നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം നമുക്ക് ഭഗവാന്, നമ്മളിപ്പോൾ അർച്ചന ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ തട്ടത്തിനകത്ത് ഒരു പഴം എങ്കിലും വെച്ചിട്ട് വേണം ഭഗവാന് ആരതി ചെയ്യാനായിട്ട്. അങ്ങനെ ആരതി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ പഴം അല്ലെങ്കിൽ ഒരു സ്വീറ്റ്, എന്തെങ്കിലും ഒരു ലഡുവോ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു കൽക്കണ്ട ആയാലും മതി, അതൊന്ന് പ്രസാദമായി ഭക്ഷിച്ചതിന് ശേഷം നമ്മുടെ വ്രതം നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെയാണ് ശരിയായ ഒരു പൗർണമി വ്രത രീതി.
അന്നത്തെ ദിവസം സ്വർഗലോകത്ത് ധാരാളം വിളക്കുകൾ തെളിയിക്കുമെന്നും ദേവന്മാർ ദീപാവലിയായി ആഘോഷിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമുക്കും നമ്മുടെ വീടുകളിൽ ധാരാളം ദീപങ്ങൾ തെളിയിച്ച് ദേവന്മാർക്ക് ലഭിച്ച ആ ആശ്വാസം, അതായത് ഭഗവാൻ പരമശിവൻ ത്രിപുരാസുരൻ എന്ന അസുരനെ വധിച്ച് അവർക്ക് ആശ്വാസം പകർന്നു. അതുകൊണ്ട് തന്നെ ദേവന്മാർക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഫലം ലഭിക്കും. കാരണം അവർ വളരെ സന്തോഷിച്ചിരിക്കുന്ന ദിവസമാണ്. അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ തരും. ഇതാണ് വിശ്വാസം അല്ലേ? നമ്മുടെ വീട്ടിൽ തന്നെ ആയാലും നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെന്ന് നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ കാര്യങ്ങളൊക്കെ ആ ഒരു അവസരത്തിൽ നമുക്ക് പറഞ്ഞ് സാധിച്ചെടുക്കാം. അങ്ങനെയുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെയാണ് ദേവന്മാർ വളരെ സന്തോഷിച്ചിരിക്കുന്ന ആ സമയമാണ്. അതുകൊണ്ട് നമ്മൾ എന്തു ചോദിച്ചാലും ഭഗവാൻ അത് നൽകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് അന്നേ ദിവസം ഭഗവാന്റെ മത്സ്യാവതാര കഥയൊക്കെ കേട്ട് ശിവപുരാണത്തിലെ ത്രിപുരാസുര വധമൊക്കെ കേട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് മത്സ്യാവതാരം കേൾക്കണം, കഥ അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടൂ. അതുപോലെ ത്രിപുരാസുര വധം, ഭഗവാന്റെ ത്രിപുരാസുര വധം ശിവപുരാണത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കണമെങ്കിലും നിങ്ങൾ കമൻ്റ് ഇടൂ, ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. വളരെ മനോഹരമായ കഥകളാണ് അതൊക്കെ. നമ്മൾ ഹിന്ദുമത വിശ്വാസികൾ പലപ്പോഴും നമുക്കുള്ള ഒരു കുഴപ്പം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുരാണങ്ങളെ പറ്റിയൊന്നും നമുക്ക് വലിയ അറിവില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളെ എല്ലാവരും പറ്റിക്കുന്നത്. ശരിയായ വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ അന്ധവിശ്വാസം നമുക്ക് ഉണ്ട് താനും. അത് നമ്മുടെ ഒരു കുഴപ്പമാണ്. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ശരിയായ വിശ്വാസത്തിലേക്ക് എത്തുന്നതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതായത് ശരിയായ രീതിയിൽ ഭാഗവതം, രാമായണം, സ്കന്ദപുരാണം, ശിവപുരാണം ഇതൊക്കെ പഠിക്കുക. ഭഗവത്ഗീത നിർബന്ധമായും പഠിക്കുക. പക്ഷെ ഇതിനൊന്നും ആർക്കും ഒരു താല്പര്യമില്ല. പെട്ടെന്ന് കാര്യസാധ്യത്തിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനോടാണ് മനുഷ്യൻ എപ്പോഴും താല്പര്യം. ഒന്ന് ക്ഷമിച്ചിരുന്ന്, ക്ഷമയോട് കൂടിയിരുന്ന്, ഭക്തിയോട് കൂടിയിരുന്ന് ഒരു അരമണിക്കൂർ ഒരു കഥ കേൾക്കാൻ ക്ഷമയില്ല. എന്നാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ഓടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. പെട്ടെന്ന് അത് ചെയ്താൽ നമുക്കത് കിട്ടും, വളരെ സന്തോഷമാണ്, അത് മതി, നമുക്കത് കിട്ടിയാൽ മതി. അല്ലാതെ ഈ കാര്യങ്ങളൊന്നും നമുക്ക് അറിയേണ്ട. അതുകൊണ്ടാണ് നമ്മളെ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവരെ പറ്റിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ഇതുപോലെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ ഭാഗവതവും രാമായണവും നമ്മുടെ പുരാണങ്ങൾ എല്ലാം തന്നെ വിശദമായി പഠിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഓരോ അവസരങ്ങളിലും വളരെ സമയമെടുത്ത് ഞാൻ നിങ്ങൾക്ക് ഈ കഥകളൊക്കെ പറഞ്ഞു തരുന്നത്. നമ്മൾ സ്കന്ദപുരാണം ഏതാണ്ട് ഒരു 75% ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ശിവപുരാണത്തിലെ ധാരാളം കഥകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. ഭാഗവതം ഏതാണ്ട് മുഴുവൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ദേവി ഭാഗവതം അതും പറഞ്ഞു തന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ അവസരങ്ങൾ വരുമ്പം ഈ കഥകളൊക്കെ നിങ്ങളോട് പറയുന്നത് വീണ്ടും 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 ആവർത്തിച്ച് പറയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മളെല്ലാവരും നമ്മുടെ ഭാരതത്തിൻ്റെ ശരിയായ ആ സനാതന വിശ്വാസത്തിലേക്ക്, ആ പുരാതനമായ വിശ്വാസത്തിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേരണം. ഇനിയും നമ്മളെ ആരും കബളിപ്പിക്കരുത്. ശരിയായ വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തണം. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുകയും വേണം. ആ കാര്യമാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. എപ്പോഴും നമ്മൾ വിശ്വാസികളായിരിക്കണം, അന്ധവിശ്വാസികൾ ആകരുത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഓരോ ദിവസവും ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം നമുക്കിങ്ങനെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ ഉണ്ടാകും ചില സമയത്തില്ലേ? അങ്ങനെ ആ അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ആശ്രയിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും നല്ലൊരു സുഹൃത്തുണ്ട്. അതാരാണ്? ശ്രീമദ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിലില്ലാത്ത ഉത്തരങ്ങൾ ഈ ലോകത്ത് ഒന്നുമില്ല. ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം
ഭഗവത്ഗീതയിൽ ഉണ്ട്. നമ്മുടെ ചാനലിലൊന്ന് നോക്കൂ. ഭഗവത്ഗീതയ്ക്ക് 1000 പേരാണ് ഭഗവത്ഗീത കേൾക്കുന്നത് പരമാവധി. ചിലപ്പോൾ അതുമില്ല. പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ ചാനൽ, മാധവം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മണി പോലെ ഒരു സാധനമുണ്ട്. അതിൽ ഓൾ എന്ന ആ ഒരു ഇതിലാണോ ടിക്ക് വീണ് കിടക്കുന്നത് എന്ന് നോക്കണം. അല്ലെങ്കിൽ ഓളിലേക്ക് ടിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട് ഭഗവത്ഗീത. സമയം കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങളിരുന്ന് ആ ഭഗവത്ഗീതയുടെ ആ ഒരു അർത്ഥവും വ്യാഖ്യാനവും ഒക്കെ ഒന്ന് കേട്ട് പഠിക്കണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം ഭഗവത്ഗീതയിലുണ്ട്. ഭഗവത്ഗീത ശരിയായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ആശ്വാസം കിട്ടും, നമുക്ക് സമാധാനം കിട്ടും. നമ്മളെ ആരൊക്കെ ചതിക്കാൻ വന്നാലും അതൊന്നും നമ്മളെ ഏക്കില്ല. മനസമാധാനത്തോടു കൂടി ശരിയായ ഒരു വഴിയിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും കൊണ്ടുവന്ന് തരികയും ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കഥകൾ വേണമെങ്കിൽ, അതായത് മത്സ്യാവതാരവും ശിവഭഗവാന്റെ ത്രിപുരാസുര വധവും, ആ 2 കഥകളും നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടൂ. തീർച്ചയായിട്ടും ഞാൻ ആ കഥകൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അന്നേ ദിവസം, അതായത് ഈ ദേവ് ദിവാലി പൗർണമി ദിവസം ധാരാളം ദാനങ്ങൾ ചെയ്യാൻ ഉത്തമമാണ്. ധാന്യങ്ങൾ ദാനം ചെയ്യാം, വസ്ത്രങ്ങൾ ദാനം ചെയ്യാം, പണം വേണമെങ്കിൽ ദാനം ചെയ്യാം, പഴവർഗ്ഗങ്ങൾ ദാനം ചെയ്യാം. അതുപോലെ ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം എന്താണ്, അവൻ്റെ അവശ്യ വസ്തു ഏതാണ് എന്ന് നോക്കിയിട്ട് അത് വേണമെങ്കിലും ദാനം ചെയ്യാം. അങ്ങനെ ദാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ നശിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക, പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, ശരിയായ വിശ്വാസത്തിലേക്ക് എത്തിച്ചേരുക. ഹരേ കൃഷ്ണ.